ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് അതിന്റെ കൺസ്ട്രക്ഷന്റെ സെക്ഷനിലേക്ക് കടക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് തിയറി പാർട്ട് പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു ഫിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോ ഒരു സെമി സർക്കിള് അതിലെ ഡയമീറ്ററിലേക്ക് ഒരു പെർപെൻഡിക്കുലർ പി സി വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചേക്കുന്നത്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലെ. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷന്റെ ജോമെട്രിക് ഇന്റർപ്രിറ്റേഷൻ പറയുവാണെങ്കിൽ ഈ പി സി സൈഡ് ആക്കിക്കൊണ്ട് ഞാനൊരു സ്ക്വയർ വരയ്ക്കുകയാണെന്നിരിക്കട്ടെ. പി സി ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് പി സി സ്ക്വയർ. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? പി എ ഇൻറ്റു പി ബി. അതായത് നമ്മുടെ റിക്വയർഡ് ഏരിയ, ഒരു ഫിക്സഡ് ഏരിയയിൽ നമുക്കൊരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ ആ ഏരിയ എത്രയാണോ അതെന്ന് പറയുന്നത് ഈ പി എയുടെയും പി ബിയുടെയും പ്രോഡക്റ്റ് ആയി വരുന്ന രീതിയിൽ എഴുതിയാൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വരുന്ന രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും ഈ സ്ക്വയറിന്റെ ഏരിയ. കാര്യം ഈ നമ്പറിന്റെ വെച്ചാൽ പി എയും പി ബി, അതിന്റെ പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ പി സി സ്ക്വയർ. പി എ പി ബി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ രണ്ട് ലെങ്തുകളാണ്, അതിന്റെ പ്രോഡക്റ്റ് പി സി സ്ക്വയർ ഈക്വലാണ്. ഈ പി സി സ്ക്വയർ എന്തുവാ? ഈ സ്ക്വയറിന്റെ ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കൺസ്ട്രക്ഷനകത്തെല്ലാം ഒരു ഫിക്സഡ് ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കാനായിരിക്കും ചോദിക്കുന്നത്. ആ സ്ക്വയർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ സ്ക്വയറിന്റെ ഏരിയക്ക് ഇക്വലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് വരണം, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രോഡക്റ്റ് ആയിരിക്കും ഈ സ്ക്വയറിന്റെ ഏരിയ വരുന്നത്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലങ്ങ് ഉറപ്പിച്ചോളുക. അത് വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 18 സ്ക്വയർ സെന്റിമീറ്റർ. 18 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ഉള്ള സ്ക്വയർ നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പൊ 18 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോ അത് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഏരിയ എത്ര വരണം? 18 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ സ്ക്വയറിന്റെ ഏരിയ 18 സ്ക്വയർ സെന്റിമീറ്റർ ആണെങ്കിൽ ഒരു സൈഡ് എത്രയായിരിക്കും? √18. √18 എന്ന് പറയുമ്പോൾ 3 റൂട്ട് വരുന്നുണ്ട്. ഈ 3 റൂട്ട് നമുക്ക് സ്കെയിലിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല, കാര്യം ഇറാഷണൽ നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമുക്കിത് വരച്ചു പോവാം, എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് നമ്മൾ ആ തിയറി ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 18 നമ്മൾ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ആ ഏരിയ എത്രയാണോ അതിനെ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആക്കി മാറ്റുക. അപ്പം 18 is equal to എങ്ങനെ എഴുതാം? 6 into 3 എന്ന് എഴുതാം. 6 into 3 18 ആണ്. ഈ 6ഉം 3ഉം നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? 8 is equal to 6 into 3 ആണ്. അപ്പൊ ആദ്യം നമ്മൾ 6ഉം 3ഉം ലെങ്ത് വരുന്ന, അതായത് 6 plus 3 എത്രയാ വരുന്നത്? 6 plus 3 എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ ആദ്യം വരയ്ക്കും. കൺസ്ട്രക്ഷൻ ആണ് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കാം. 9 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കുകയാണ്. ഞാൻ എന്റെ പ്രൊപ്പോർഷണൽ വാല്യൂസ് ആണ് എടുക്കുന്നത്, നിങ്ങൾ നോക്കിയിരിക്കുക. ഓക്കെ, ഇത് മൊത്തത്തിൽ ഇപ്പൊ 9 സെന്റിമീറ്റർ ഉണ്ട്. ഈ 9 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഇതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എങ്ങനെയാ? 6ഉം 3യുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 6ഉം 3യുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും 6 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. ഓക്കെ ആണോ? അപ്പോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 9 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഈ ലൈൻ എന്ത് ചെയ്യുന്നു? അത് ഡയമീറ്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ 9ന്റെ ഹാഫ് 4.5 എടുത്ത് വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആ ബൈസെക്ടർ വരച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ നോക്കുക, അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ബൈസെക്ടർ വരച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സർക്കിൾ വരയ്ക്കുന്നത് നോക്കിക്കഴിഞ്ഞാല്, ബൈസെക്ടർ എല്ലാവർക്കും വരയ്ക്കാൻ അറിയാവുന്നതാണ്. ഓക്കെ, നമുക്ക് മൊത്തം വേണ്ട, നമുക്ക് ശരിക്കും ഈ പറഞ്ഞ പോയിന്റ് മാത്രം മതി, സെന്റർ മാത്രം മതി. ഇനി എന്ത് ചെയ്യാം? 9 സെന്റിമീറ്റർ ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഞാൻ ആദ്യം സെമി സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രോസസ് ഇത് വെച്ചുകൊണ്ട് സെമി സർക്കിൾ വരയ്ക്കും.
ഓക്കെ, സെമി സർക്കിൾ ആയി. ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് പി എ ഇന്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 3 സെന്റിമീറ്റർ എടുത്ത പോയിന്റിൽ നിന്നും 90 മാർക്ക് ചെയ്യുന്നു, പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ആദ്യം 90 മാർക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് ആ പെർപെൻഡിക്കുലർ. ഇനി നമ്മൾ വരയ്ക്കേണ്ട സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന എല്ലാ ക്വസ്റ്റിനിലും ഇത്രയും ഈ പെർപെൻഡിക്കുലർ വരച്ചാൽ പിന്നെ ചെയ്യുന്ന കൺസെപ്റ്റ് സെയിം തന്നെയാണ്. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈഡ് കുറച്ചും കൂടെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടേക്കാം, നമുക്ക് സ്ക്വയർ വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നീളത്തിൽ അങ്ങ് ഇട്ടേക്കാം. ചെറിയൊരു വേരിയേഷൻ വന്നു. ഓക്കെ, ഇനി എന്താ, ഇവിടെ ഓൾറെഡി ഒരു 90 ഉണ്ട്. അപ്പം ഈ ലെങ്ത് സൈഡ് ആക്കിക്കൊണ്ട് വേണം നമ്മൾ സ്ക്വയർ വരയ്ക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതെന്ത് ചെയ്യാം? ആ ലെങ്ത് നമ്മൾ എവിടെയെങ്കിലും എടുക്കുന്നു, കോമ്പസിൽ എടുക്കുന്നു. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ആദ്യം ഒരാർക്ക്, എന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് ഒരാർക്ക്, ദെൻ ഓക്കെ ആണല്ലോ. അപ്പം 4 വെർട്ടെക്സ് നമുക്ക് കിട്ടി. ഇനി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ നമ്മളുടെ റിക്വയർഡ് സ്ക്വയർ ആവും. അതിന്റെ ഏരിയ 18 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ റിക്വയർഡ് സ്ക്വയർ. ഇത് നിങ്ങള് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചേക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫിഗർ. ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും? 18 സ്ക്വയർ സെന്റിമീറ്റർ. എങ്ങനെയാ? ഇവിടെ പി എ ഇന്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണല്ലോ. നമ്മളിവിടെ എ ബി സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുകയാണെങ്കിൽ ശരിക്കും പി എ ഇന്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പൊ പി സി സ്ക്വയറിന്റെ വാല്യൂ 6 ഇന്റു 3 18 എന്ന് കിട്ടും. അപ്പൊ പി സി സ്ക്വയർ എന്ന് പറയാം, പി സി സൈഡാക്കിക്കൊണ്ട് നമ്മൾ സ്ക്വയർ വെച്ചത്. സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 18 സ്ക്വയർ സെന്റിമീറ്റർ. ക്ലിയർ ആയോ? അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് സൈഡ്സ് 6 സെന്റിമീറ്റർ ആൻഡ് 3.5 സെന്റിമീറ്റർ, ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. അതായത് ഒരു റെക്ടാംഗിൾ തന്നിട്ട് അതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു. ഇപ്പൊ സൈഡ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളതേ ഉള്ളൂ. ആ കൺസെപ്റ്റ് വെച്ചാൽ ഒരു റെക്ടാംഗിളിന്റെ സെയിം ഏരിയ ഉള്ള ഒരു സ്ക്വയർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന മെഷർമെന്റ് തന്നെ വരയ്ക്കാം. റെക്ടാംഗിളിന്റെ ലെങ്ത് ബ്രെഡ്ത്തും പറഞ്ഞിരിക്കുന്നത് ലെങ്ത് 6 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 3.5 സെന്റിമീറ്റർ. അപ്പം ഇതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കത്തില്ലേ 6 ഇന്റു 3.5 ആയിരിക്കും എന്ന് വരുന്നത് ഏരിയ വരുന്നത്. അപ്പൊ റെക്ടാംഗിൾ ഏരിയ എന്ന് പറയുന്നത് 6 ഇന്റു 3.5. ഓക്കെ ആണല്ലോ. 6 ഇന്റു 3.5 എന്ന് പറയുമ്പോ 21 അല്ലെ, 21 സ്ക്വയർ സെന്റിമീറ്റർ വരുന്നുണ്ട്. 21 സ്ക്വയർ സെന്റിമീറ്റർ വരും. പോട്ടെ, അപ്പൊ നമുക്ക് ഈ 21 ആ കിട്ടുന്നത്. നമുക്ക് നോർമലി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല. റൂട്ട് 21 നമുക്ക് ഇറാഷണൽ നമ്പർ ആണ്, സ്കെയിലിൽ എടുക്കാൻ പറ്റുന്ന അളവല്ല. അപ്പൊ നമുക്ക് ഈ 6ഉം 3.5 തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അപ്പൊ നമ്മൾ ആദ്യം ആ റെക്ടാംഗിൾ വരയ്ക്കും. ആദ്യം പറഞ്ഞിട്ടുണ്ട് ആ റെക്ടാംഗിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ റെക്ടാംഗിളിന്റെ സെയിം ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കാം. അപ്പൊ നമ്മൾ ആദ്യം റെക്ടാംഗിൾ വരയ്ക്കാൻ പോവാണ്. നോക്കിക്കോളാം. ആദ്യം ഞാൻ 6 സെന്റിമീറ്റർ വരച്ചു. എന്നിട്ട് പ്രൊട്രാക്ടർ എടുത്ത് ഇനി 3.5 വരയ്ക്കാൻ പോവാം. ഞാൻ ആ പ്രൊപ്പോർഷണൽ ലെങ്തുകളാണ് വരയ്ക്കുന്നത്. രണ്ട് സൈഡിലും ആദ്യം 90 അങ്ങ് മാർക്ക് ചെയ്തു. 90 മാർക്ക് ചെയ്തിട്ട് 3.5 അല്ലെ, 3.5 വരയ്ക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ റെക്ടാംഗിൾ ആയി. എന്താണ് 6 സെന്റിമീറ്ററും
3.5 സെന്റിമീറ്ററും മെഷർമെന്റ് വരുന്ന റെക്ടാംഗിൾ നമ്മൾ വരച്ചു. ഓക്കെ ആണല്ലോ. ഇനി ഇതേ ഏരിയ ഉള്ള സ്ക്വയർ വരും. ഇതേ ഏരിയ ഉള്ള സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ചെയ്യാൻ പോവാ. ഇവിടെ പി എയും പി ബിയും ഏതൊക്കെ ലെങ്തുകളായാൽ മതി? 6ഉം 3.5 ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വയറിന്റെ അല്ലെങ്കിൽ റെക്ടാംഗിളിന്റെ ഏരിയ ആവത്തില്ലേ? നോക്കാം, നമുക്ക് വരച്ചതിന്റെ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ലെങ്ത് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒറ്റ ലൈനിൽ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നത് നല്ലതാണ്. നമുക്ക് പിന്നെ വീണ്ടും രണ്ടാമത് എക്സ്റ്റെൻഡ് ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു കാരണവശാൽ ഇവിടെ എൻഡിൽ ഒന്നും കൊണ്ട് ചെയ്യരുത്. കുറച്ച് സൈഡിനോട് ചേർത്തിട്ട് സ്കെയിൽ വെച്ചിട്ട് വേണം എക്സ്റ്റെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ആ ഒരു പാത്തിൽ തന്നെ കിട്ടത്തില്ല. ഓക്കെ, ഇനി നോക്ക അടുത്ത സ്റ്റെപ്പ്. ഇപ്പൊ ഇവിടെ ഓൾറെഡി 6 ഇല്ലേ? 3.5 വീണ്ടും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. വീണ്ടും 3.5 അത് കോമ്പസ് എടുക്കുക അല്ലെങ്കിൽ സ്കെയിൽ തന്നെ മാർക്ക് ചെയ്യുകയോ ചെയ്യാം. 3.5 എന്ന് പറയുന്ന ആ ലെങ്ത് ഞാൻ എടുത്തു. ഓക്കെ, ഇത്രയാണ് 3.5 വരുന്നത്. ഇവിടെ നിങ്ങോട്ട് 3.5 ആണ്, 3.5 സെന്റിമീറ്റർ. ഓക്കെ, ഇപ്പൊ 6 ആയി 3.5. ഈ 6 മുതൽ 3.5 വരെയുള്ള ഈ ലെങ്ത് ഡയമീറ്റർ ആക്കണം. ബാക്കി എക്സ്ട്രാ അങ്ങോട്ട് കിടക്കട്ടെ, നമുക്കത് വേണം. അത് ഈ ലെങ്ത് ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു സെമി സർക്കിൾ വരയ്ക്കുക. സെമി സർക്കിൾ വരയ്ക്കണമെങ്കിൽ എന്തൊക്കെ വേണം നിങ്ങൾക്കറിയാം. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? സെന്റർ വേണം, സെന്ററും റേഡിയസും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പകുതി കൂടുതൽ റേഡിയസ് എടുത്ത് ആർക്ക് വരയ്ക്കുന്നു. ഒരാർക്ക് ഇവിടെ വരച്ചു, റേഡിയസ് മാറ്റം വരുത്താതെ മറ്റൊരാർക്ക് വരച്ചു. എന്നിട്ട് ഇവിടെ വരെ അല്ല, ഈ എൻഡ് വരെയല്ല എടുക്കേണ്ടത്, നമുക്ക് ആ വേണ്ടുന്ന ഭാഗം വെച്ചിട്ടാണ് എടുക്കുന്നത്. ഒരാർക്ക് ഇവിടെ വരച്ചു, റേഡിയസ് മാറ്റം വരുത്താതെ ആർക്ക് ഇവിടെയും വരച്ചു. ഓക്കെ ആണല്ലോ. എന്നിട്ട് അത് കണക്ട് ചെയ്യുന്നു. ഡോട്ട് ലൈനിൽ കാണിച്ചാൽ മതി, കാര്യം നമുക്ക് ആ വരയ്ക്കുന്ന ലെങ്തിനൊന്നും ഇമ്പോർട്ടന്റ് ഇല്ല, സെന്റർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഇത് രണ്ടും കൂടെ വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെന്റർ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സെമി സർക്കിളിന്റെ സെന്റർ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ആ സെമി സർക്കിൾ അങ്ങ് വരയ്ക്കുകയാണ്. സെമി സർക്കിള് വരയ്ക്കുമ്പോ നോക്കാം, നിങ്ങൾ ആ രണ്ട് ലെങ്ത് ഒന്ന് വെച്ച് നോക്കണം കറക്റ്റ് ആണോ എന്ന്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രാക്ടിക്കൽ എറേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യാൻ പോവാണ്? സെമി സർക്കിള് വരയ്ക്കുക. ഓക്കെ, സെമി സർക്കിൾ വരച്ചു. ക്ലിയർ ആയോ? ഇത്രയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ നോക്കിയേ, നമ്മുടെ ശരിക്കും നമ്മൾ ചെയ്യുന്ന എന്തുവാ? സെമി സർക്കിൾ വരച്ചിട്ട് ഇവിടെ ഒരു പി എ ബി സി അല്ലെ, ആ പി എ ഇൻറ്റു പി ബി ആയിരിക്കണം ഇതിന്റെ സ്ക്വയർ, അല്ലെങ്കിൽ ആ പി എ ഇൻറ്റു പി ബി നമ്മുടെ റിക്വയർഡ് ഏരിയ വരണം. ഇവിടെ നോക്കിയാൽ നമുക്ക് വേണ്ടുന്ന 6ഉം 3.5 തന്നെയാണ് എടുത്തേക്കുന്നത്. ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്ര തന്നെയാ? 3.5 സെന്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത പോയിന്റ് ഏതാ? ഇതല്ലയോ? ഇവിടെ നല്ല മുകളിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്. ഓൾറെഡി റെക്ടാംഗിൾ ആയതുകൊണ്ട് അത് പെർപെൻഡിക്കുലർ തന്നെയാണ്. അപ്പൊ ആ ലൈൻ അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. പിന്നെ എക്സ്ട്രാ നമ്മള് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാൻ നിൽക്കേണ്ട, അത് ഓൾറെഡി നമ്മൾ വരച്ചിരിക്കുന്നത് തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഓക്കെ, പക്ഷെ അത് എവിടെ എത്തിക്കണം? റെക്ടാംഗിളിന്റെ എൻഡിലല്ല വേണ്ടത്, അത് ഇവിടം വരെ വേണം. അപ്പൊ നമ്മൾ നോക്കുകയാണ്, ഇത് പി, ഇത് എ, ഇത് ബി, ഇത് സി ആണെങ്കിൽ ഇത് പി എ, ഇത് പി ബി ആണ്. അപ്പം ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ പി സി. ഇതിന്റെ പ്രോഡക്റ്റ് ഈ പി സിയുടെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഇനി ആ പി സി ലെങ്ത് വരുന്ന എന്ത് വരയ്ക്കുക? സ്ക്വയർ വരയ്ക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ ലെങ്ത് കോമ്പസിൽ എടുക്കുക. പി സിയുടെ ലെങ്ത് നമ്മൾ കോമ്പസിൽ എടുക്കാൻ പോവാണ്. ഓക്കെ, അത് വരയ്ക്കുന്നു, എല്ലാ സൈഡിലേക്കും വരയ്ക്കുന്നു. അപ്പൊ അത് ഇങ്ങോട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലൈൻ നേരെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ വരച്ചത്. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരെ ആദ്യം വരച്ചിട്ട് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നിൽക്കണം. അതുകൊണ്ടാണ് ഒറ്റ ലൈനിൽ അങ്ങ് ഒറ്റ സ്ട്രെച്ചിൽ അതങ്ങ് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് 4 വെർട്ടെക്സും കിട്ടി. ഇനി സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യും.
ഓക്കെ, ഇതാണ് നമ്മളുടെ റിക്വയർഡ് സ്ക്വയർ. ഓക്കെ ആണല്ലോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പി എ, ഈ കൺസെപ്റ്റ് വെച്ചിട്ട് പി എ ഇന്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പൊ ഇവിടുത്തെ പി സി സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ വരും? പി എ ഇന്റു പി ബിക്ക് അല്ലെ, പി എ ഇന്റു പി ബിക്ക് ഈക്വൽ ആയിട്ട് വരും. അപ്പൊ പി എ എന്ന് പറയുന്നത് എന്തുവാ? അത് 6 സെന്റിമീറ്റർ ആണ്. പി ബി എന്ന് പറയുന്നത് 3.5 ആണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ 21 സ്ക്വയർ സെന്റിമീറ്റർ വരും. ഈ 21 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്തിന്റെ ഏരിയ? അത് റെക്ടാംഗിളിന്റെ ഏരിയ. പി സി സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ ഏരിയ. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ റെക്ടാംഗിളിന്റെ ഏരിയ ഈക്വൽ ആയിട്ട് വരും. ക്ലിയർ ആയോ ഈ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന്? അപ്പൊ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു. ഒരു റിക്വയർഡ് ഒരു ഫിക്സഡ് ഏരിയ തന്നു കഴിഞ്ഞാൽ ആ ഏരിയയുള്ള സ്ക്വയർ പറഞ്ഞു. പിന്നെ ഒരു റെക്ടാംഗിൾ വന്നിട്ട് അതേ ഏരിയയുള്ള സ്ക്വയർ വരയ്ക്കാനും പഠിച്ചു. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ട്രയാംഗിൾ തന്നിട്ട് അതേ ഏരിയയുള്ള സ്ക്വയർ എങ്ങനെ വരയ്ക്കും? ഞാൻ ഇപ്പൊ തൽക്കാലം ട്രയാംഗിളിന്റെ മെഷർമെന്റ്സ് ഒന്നും പറയുന്നില്ല. ചിലപ്പോൾ മെഷർമെന്റ്സ് തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. ഒരു ഗിവൻ ട്രയാംഗിൾ, ആ ട്രയാംഗിളിന്റെ സെയിം ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കണം. ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ ആണല്ലോ. എങ്ങനെ? അവിടെയും കൺസെപ്റ്റ് ഇത് തന്നെയാണ്. ട്രയാംഗിളിന്റെ ഏരിയയെ നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആക്കി മാറ്റും. എന്നിട്ട് ആ രണ്ട് നമ്പേഴ്സ് പി എയും പി ബി ആക്കി വരുന്ന രീതിയിൽ നമ്മൾ സെമി സർക്കിൾ വരച്ചിട്ട് പിന്നെ സ്ക്വയർ വരയ്ക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: ഡ്രോ എ ട്രയാംഗിൾ ആൻഡ് ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. ഓക്കെ, ഇതായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു ട്രയാംഗിൾ വരയ്ക്കുന്നത്. തൽക്കാലം വലിയ മെഷർമെന്റ്സ് ഒന്നുമില്ല. സാധാരണ രീതിയിൽ ഒരു ട്രയാംഗിൾ അങ്ങ് വരയ്ക്കുകയാണ്. ഒരു നോർമൽ ട്രയാംഗിൾ. ഇതാണ് നമ്മളുടെ ട്രയാംഗിൾ. ഈ ട്രയാംഗിളിന്റെ സെയിം ഏരിയ ഉള്ള സ്ക്വയർ ആണ് എനിക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രയാംഗിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ട്രയാംഗിളിന്റെ ഏരിയ നമുക്കറിയാം. ട്രയാംഗിളിന്റെ ഏരിയ ഹാഫ് ബി എച്ച് ആണ്. ഈ ഹാഫ് ബി എച്ചിനെ നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആക്കി എഴുതണം. ഹാഫ് ബി എച്ചിന്റെ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നുകിൽ ഹാഫ് ബി ഇൻറ്റു എച്ച് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഹാഫ് എച്ച് ഇൻറ്റു ബി എന്നും എഴുതാം. ഹാഫ് എച്ച് ഇൻറ്റു ബി എന്നോ അല്ലെങ്കിൽ ബി ഇൻറ്റു ഹാഫ് എച്ച്, രണ്ടും മതി. ബി ഇൻറ്റു ഹാഫ് എച്ച് രണ്ടും എന്ത് തന്നെയാ? ഹാഫ് ബി ഇൻറ്റു എച്ച് ആയാലും ബി ഇൻറ്റു ഹാഫ് എച്ച് ആയാലും നമുക്ക് എന്ത് കിട്ടും? അത് ഹാഫ് ബി എച്ച് തന്നെയാണ്. ട്രയാംഗിളിന്റെ ഏരിയ ആണ് കിട്ടുന്നത്. ഇതില് ഞാൻ രണ്ടാമത്തെ മെത്തേഡാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ബി ഇൻറ്റു ഹാഫ് എച്ച് ആണ്. അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് ഒരു ബേസും ഒരു ഹൈറ്റും നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോ ട്രയാംഗിളിന്റെ ഏരിയ എല്ലാവരും നോർത്തിരിക്കോളൂ. ഹാഫ് ബി എച്ച് ഇവിടെ ഇതാണ് ബേസ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നമുക്ക് മെഷർമെന്റ് തരുവാണെങ്കിൽ ഇവിടെ ഒരു ലെങ്ത് കാണും. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഹൈറ്റ് വരയ്ക്കണം. ഹൈറ്റ് പല രീതിയിൽ നമുക്ക് വരയ്ക്കാം. നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാം. ഇല്ല, ഇനിയിപ്പോ കോമ്പസ് യൂസ് ചെയ്ത് വരയ്ക്കാം. ഞാൻ കോമ്പസ് യൂസ് ചെയ്ത് എങ്ങനെയാ വരയ്ക്കാം? സെറ്റ് സ്ക്വയർ ആണെങ്കിൽ സെറ്റ് സ്ക്വയർ ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. നോർമലി നമുക്ക് കോമ്പസ് വെച്ചിട്ടാണ് കൺസ്ട്രക്ഷൻ നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് പറയാം. ഇവിടെ നിന്ന് ആദ്യം ഒരു എച്ച് വരയ്ക്കണം. ഇത് ബേസ് ആക്കി എടുത്താൽ ഇവിടെ നല്ല ഹൈറ്റ് വരയ്ക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത്, ഈ വെർട്ടെക്സിൽ നിന്ന് ഹൈറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് കോമ്പസ് എടുത്തിട്ട് ഈ ബേസിനെ രണ്ട് ഡിഫറെന്റ് പോയിന്റിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആർക്കുകൾ വരച്ചു. ആ കട്ട് ചെയ്ത പോയിന്റ്സുകൾ താണ്ട ഇതാണ്. ഒരു പോയിന്റ് ഇത്, ഒരു പോയിന്റ് ഇത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഈ ലെങ്തിന്റെ പകുതിയിൽ കൂടുതൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, പകുതിയിൽ കൂടുതൽ റേഡിയസ് എടുത്തിട്ട് ഒരാർക്ക് ഇങ്ങോട്ട്, എന്നിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ഒരാർക്ക് ഇവിടെ. ഇപ്പൊ ഇത് രണ്ടും മീറ്റ് ചെയ്ത പോയിന്റ്. ഓക്കെ ആണല്ലോ. നമ്മള് ചെയ്ത സ്റ്റെപ്പുകൾ ഓരോന്നും പറയാം. എങ്ങനെയായിരുന്നു? ആദ്യം നമുക്കൊരു ബേസ് ഉണ്ട്, ഒരു ബി ഉണ്ട് അല്ലെ. ഇവിടുത്തെ ബി എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആയിരിക്കും ഹൈറ്റ്. കൺസ്ട്രക്ഷൻ പ്രകാരം ആ ഹൈറ്റ് വരയ്ക്കുന്നത് നമുക്ക് സെറ്റ് സ്ക്വയർ വെച്ച് വേണേ വരയ്ക്കാം. ഇല്ലെങ്കിൽ കോമ്പസ് വെച്ച് എങ്ങനെയാ വരയ്ക്കുന്നത്? ഇവിടെ സെന്റർ ആക്കിക്കൊണ്ട്, കോമ്പസ് ഇവിടെ സെന്റർ ആക്കിക്കൊണ്ട് ഈ ബേസിനെ രണ്ട് പോയിന്റിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ ആർക്ക് വരച്ചു. ആ രണ്ട് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ലെങ്തിന്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് നമ്മൾ ബൈസെക്ടർ വരയ്ക്കാനൊക്കെ വരയ്ക്കുന്ന അതേ രീതി തന്നെ അത് ഒരു സൈഡിലേക്ക് വരച്ചാൽ മതി. അതാണ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ പോയിന്റും വെർട്ടെക്സും കൂടെ കണക്ട് ചെയ്യുക. ആ പോയിന്റും വെർട്ടെക്സും കൂടെ കണക്ട് ചെയ്യുക. അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമുക്ക് ആ ഹൈറ്റ് വരെ മാത്രം മതി. ബാക്കി വേണമെങ്കിൽ ഡോട്ട് ലൈൻ ഒന്ന് കാണിച്ചിട്ടേക്കാം. അപ്പോ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇതായിരിക്കും എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് എച്ച് ആണ്. അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കാൻ പോകുന്നത് ബിയും ഹാഫ് എച്ചുമാണ്. ഇപ്പൊ എനിക്ക് ബി ഉണ്ട്. ഇനി എന്ത് വേണം? ഹാഫ് എച്ച് ആണ് വേണ്ടത്. ഹാഫ് എച്ച് എന്ന് പറയുന്നത്
എച്ചിന്റെ പകുതിയല്ലേ. എച്ചിന്റെ പകുതി എങ്ങനെ കണ്ടുപിടിക്കും? ഈ ലെങ്ത് ആണ് എച്ച് അല്ലെ. ഈ ലെങ്ത് എച്ച് ആണെങ്കിൽ ഇതിന് ബൈസെക്ടർ വരച്ചാൽ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ എന്ത് കിട്ടും? ഹാഫ് എച്ച് കിട്ടത്തില്ലേ? അടുത്ത സ്റ്റെപ്പ് ഞാൻ ഈ എച്ചിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പോകും. എച്ചിന് എങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത്? അതിന്റെ പകുതിയിൽ കൂടുതൽ റേഡിയസ് എടുത്തിട്ട് ഓരോ എൻഡും സെന്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, റേഡിയസ് മാറ്റം വരുത്താതെ അടുത്ത എൻഡിൽ നിന്നും വരയ്ക്കുന്നു. ഇതിപ്പോ എന്തായി? ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ചിന്റെ പകുതി കിട്ടും. ഇത് ശ്രദ്ധിച്ചോണം. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഉള്ള സ്ക്വയർ പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിത്. ഇപ്പോഴും ഞാൻ ജസ്റ്റ് ഇതൊന്നും എനിക്ക് പെർപെൻഡിക്കുലർ ഒന്നും ആവശ്യമില്ല. എനിക്ക് ആ ലെങ്തിന്റെ ഹാഫ് മാത്രം മതി. ഇപ്പൊ ടോട്ടൽ ലെങ്ത് ആയിരുന്നു എച്ച്. അപ്പൊ ഇതും h/2 ആണ്. ഈ ലെങ്തും എന്ത് തന്നെയാ? h/2 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഞാൻ ആ ബിയും h/2 വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ പറഞ്ഞ സെമി സർക്കിൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? നേരത്തെ ചെയ്തതിന്റെ കൂട്ട് ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തിടുകയാണ്. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് വേണ്ടുന്ന ഭാഗങ്ങളാണ് നമ്മൾ രണ്ട് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അതിൽ ഒരു ബി ഇവിടെ ഉണ്ട്. പിന്നെ ഇനി എന്തും കൂടെ വേണം? ബി ഉണ്ട്, പിന്നെ അടുത്തത് ഹാഫ് എച്ച് അല്ലെങ്കിൽ h/2. അപ്പൊ ഈ ലെങ്ത് വേണം ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കാൻ. ആ ലെങ്ത് എങ്ങനെയാ വരയ്ക്കുന്നത്? നമ്മള് സ്കെയിലൊന്നും എടുക്കാൻ പാടില്ല. എന്താ ചെയ്യേണ്ടത്? ആ ലെങ്ത് കൃത്യമായിട്ട് കോമ്പസിൽ അങ്ങ് അളന്നെടുക്കുക അല്ലെ. ഇത്രയും ലെങ്ത് ആണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അത് ഇവിടെ നിങ്ങോട്ട് വരയ്ക്കും. ഓക്കെ, ഇപ്പൊ ഈ വരച്ചിരിക്കുന്നത് എന്താ? അത് h/2 ആണ്, അല്ലെങ്കിൽ ഹാഫ് എച്ച് ആണ്. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെ ബേസും കിട്ടി, ഇത് h/2 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഈ ലെങ്ത് എന്താ? ഡയമീറ്റർ ആക്കിക്കൊണ്ട് എനിക്ക് എന്ത് വരയ്ക്കണം? സെമി സർക്കിൾ വരയ്ക്കണം. അതെങ്ങനെയാ ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാലോ. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് പകുതിക്കുള്ള റേഡിയസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സെമി സർക്കിളിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ആർക്ക് വരച്ചു, ഇവിടെയും ഒരു ആർക്ക് വരച്ചു. ദെൻ ഈ എൻഡിൽ നിന്നും h/2 എടുത്ത ലെങ്തിൽ നിന്നും ഒരെണ്ണം വരച്ചു. ദെൻ റേഡിയസ് ഒട്ടും മാറ്റം വരുത്താതെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. ആ പ്രോസസ് കറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്യാം. ദെൻ അത് കണക്ട് ചെയ്യാം. അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമുക്ക് നമ്മള് സെമി സർക്കിൾ വരയ്ക്കേണ്ടതിന്റെ സെന്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെന്റർ കിട്ടാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നു. നമുക്ക് ആ സെന്റർ മാത്രം മതി ശരിക്കും. ഓക്കെ, നമ്മള് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അങ്ങനെ നമുക്ക് വരയ്ക്കേണ്ടതിന്റെ സെന്റർ കിട്ടി. ഓക്കെ ആണല്ലോ. സ്റ്റെപ്പുകൾ ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ. ഇത് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പം ഇപ്പൊ ആദ്യം നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഞാൻ പറയാം. നമുക്കൊരു ട്രയാംഗിളിന്റെ ഏരിയ ഉള്ള സ്ക്വയർ ആയിരുന്നു വേണ്ടത്. അതുകൊണ്ട് ആദ്യം ട്രയാംഗിൾ വരച്ചു. ട്രയാംഗിൾ ഏരിയ ഹാഫ് ബി എച്ച് ആണ്. നമുക്കൊരു ബേസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ഹൈറ്റ് വരച്ചു. ഹൈറ്റ് എങ്ങനെ വരച്ചത്? വെർട്ടെക്സിൽ നിന്ന് ആ ബേസിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ രണ്ട് ആർക്കുകൾ വരച്ചു. എന്നിട്ട് അവിടുന്ന് വീണ്ടും പകുതിക്കുള്ള റേഡിയസ് എടുത്ത് വരച്ചു. അങ്ങനെ അത് കണക്ട് ചെയ്തപ്പോൾ പെർപെൻഡിക്കുലർ കിട്ടി. ഓക്കെ ആണല്ലോ. ദെൻ ആ പെർപെൻഡിക്കുലർ, അതായത് ഹൈറ്റിന്റെ പകുതി എടുത്തു ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് ബിയും h/2 കിട്ടിക്കഴിഞ്ഞാൽ ബിയും h/2 ചേർന്ന് കഴിഞ്ഞാൽ ഹാഫ് ബി എച്ച് ആവും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് ചെയ്യുന്നത്, ഇനി നമ്മള് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആ വരച്ച ആ ടോട്ടൽ ലെങ്ത് ബിയും h/2 ചേരുന്ന ആ ലെങ്തിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് അതിന്റെ എന്ത് കണ്ടുപിടിച്ചു? സെന്റർ കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ നമ്മൾ സെമി സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, സെമി സർക്കിൾ വരച്ചു. അടുത്ത് നോക്കുക, ഇവിടെ ബിയും ആയി, h/2 ആയി, സെമി സർക്കിളും ആയി. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിച്ച പ്രകാരം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്നുള്ള ഫോമിൽ വരണമെങ്കിൽ നമുക്ക് പി എ ബി സി അല്ലെ. അപ്പൊ പി എ എന്നുള്ള ലെങ്തും ആയി, പി ബി എന്നുള്ള ലെങ്തും ആയി. എങ്കിൽ അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ അല്ലേ അടുത്ത വേണ്ടുന്നത്? നമുക്ക് ആ പി എന്നുള്ള ലെങ്തുമായി, പി ബി എന്നുള്ള ലെങ്തുമായി. ഇനി ഇവിടുന്ന് പെർപെൻഡിക്കുലർ അല്ലേ വരയ്ക്കേണ്ടത്? അടുത്തത് ആ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഒരു പെർപെൻഡിക്കുലർ.
പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഞാൻ പറഞ്ഞു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രോസസ് എല്ലാം പഴയത് തന്നെ. ഇത് പി സി എന്നുള്ള ലെങ്ത് ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, സൈഡ് ആക്കിക്കൊണ്ട് സ്ക്വയർ വരയ്ക്കുക. അതെങ്ങനെയാ, ആ ലെങ്ത് കോമ്പസ് എടുക്കുക, ആർക്ക് വരച്ച് നമ്മൾ തൊട്ട് മുൻപുള്ള 2 ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ തന്നെ ചെയ്യുക. ഈ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആർക്ക് എടുക്കാൻ വേണ്ടി ഇത് വരച്ചു, എന്നിട്ട് എന്ത് ചെയ്യാ, ഇങ്ങോട്ട് വരച്ചു, ദെൻ ഇവിടെ നിന്ന് മുകളിലേക്ക് ആർക്ക്, ദെൻ ഈ പോയിന്റിൽ നിന്നും ആർക്ക്. 4 വെർട്ടെക്സുമായി നമുക്ക് ദെൻ അത് കണക്ട് ചെയ്ത് നമ്മൾ എന്ത് വരയ്ക്കുക, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സ്ക്വയർ കംപ്ലീറ്റ് ആയല്ലോ. ജസ്റ്റ് ഒന്ന് ഷെയ്ഡൂടെ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫിഗർ കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ ഈ സ്ക്വയറിന്റെ പ്രത്യേകത എന്തുവാ, ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. അതെങ്ങനെയാ, ഇവിടെ ബി ഇൻറ്റു ഹാഫ് എച്ച് ആണ് ഈ പി സിയുടെ ലെങ്ത് അല്ലെ. പി ഇവിടെ എ ഇത് ബിയും ആണെങ്കിൽ ഇവിടെ പി എന്ന് പറയുന്ന ബിയും പി ബി എന്ന് പറയുന്നത് h/2 ആണ്. അപ്പൊ പി സി സ്ക്വയർ ഈക്വൽ ടു നമുക്കറിയാം പി എ ഇൻറ്റു പി ബി ആണ്. അതിൽ പി എ എന്ന് പറയുന്നത് എത്രയാണ്, ബി ആണ്. പി ബി എന്ന് പറയുന്നത് h/2, ദാറ്റ് ഈസ് ഹാഫ് ബി എച്ച്. ഈ ഹാഫ് ബി എച്ച് എന്ന് പറയുന്നത് എന്തിന്റെ ഏരിയ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് അല്ലെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. പി സി സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്ക്വയറുമാണ്. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെയാണ് അടുത്ത കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പൊ നമ്മളിന്ന് 3 തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ആണ് പറഞ്ഞത്. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിനെ തുടർന്നുള്ള കൂടുതൽ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.